എല്ലാവർക്കും എൻ്റെ നമസ്കാരം. ഈ പ്രാവശ്യം വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് അറിയപ്പെടാതെ നിലനിൽക്കുന്ന ധർമ്മം ലോകത്തിനു വേണ്ടിയുള്ള കരുതൽ നിധിയാവുന്നു എന്ന വിഷയത്തെ പറ്റിയാണ്. അതായത്, തിന്മകൾ ഏറിക്കൊണ്ടിരിക്കുന്ന ഇക്കാലത്ത് ഈ ലോകം ഇങ്ങനെയെങ്കിലും നെരുങ്ങി മുന്നോട്ട് പോകുന്നത് ഇവിടെ പൂർവ്വകാല പ്രവാചകന്മാർ, പ്രവാചക തുല്യന്മാർ, ദീർഘവീക്ഷണമുള്ളവർ, സാമൂഹ്യ പരിഷ്കർത്താക്കൾ തുടങ്ങിയവർ നിക്ഷേപിച്ചു പോയ ധർമ്മം നിലനിൽക്കുന്നത് ഒന്നുകൊണ്ട് മാത്രമാണ്. ഇത് പ്രധാനമായും രണ്ട് തരത്തിലാണ് ഉള്ളത്. ഒന്നാമത്തത് അറിയപ്പെടുന്ന ധർമ്മം, രണ്ടാമത്തത് അറിയപ്പെടാത്ത ധർമ്മം. ഞാൻ അതിനൊരു ഉദാഹരണം പറയാം. നമ്മുടെ രാഷ്ട്രത്തിൻ്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി മഹാത്മാഗാന്ധി മാത്രമാണ് ത്യാഗോജ്ജലമായ ജീവിതം നയിച്ചത്? അല്ല, അദ്ദേഹത്തിൻ്റെ കൂടെ ഒട്ടനവധി പേരുണ്ട്, ആയിരക്കണക്കിന് പേരുണ്ടായിരുന്നു. പക്ഷെ ഗാന്ധിക്ക് ഒരു ജനങ്ങളെ സംഘടിപ്പിക്കാൻ വേണ്ടിയുള്ള ഒരു കഴിവ് വേറെ തന്നെയായിരുന്നു. എന്നാൽ ഗാന്ധിയോടൊപ്പം തന്നെ ത്യാഗോജ്ജലമായ ജീവിതം നയിച്ച് ഒടുവിൽ രാജ്യത്തിന് വേണ്ടി രക്തസാക്ഷിത്വം വഹിച്ച ഒട്ടനവധി പേരുണ്ട്. അതിൽ ഗാന്ധിജി അറിയപ്പെടുന്ന വ്യക്തി, മറ്റുള്ളവർ അറിയപ്പെടാത്ത വ്യക്തികളാണ്. അപ്പോൾ ഇതേപോലെ എല്ലാ മഹാസംഭവങ്ങളിലും അറിയപ്പെടുന്ന വ്യക്തികളും അറിയപ്പെടാത്ത വ്യക്തികളുമുണ്ട്. അറിയപ്പെടുന്ന വ്യക്തികൾ സമൂഹം അവരുടെ ഊർജം എന്നും ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നതാണ്. ഗാന്ധിജിയുടെ ഒരു സാന്നിധ്യത്തിൽ രാജ്യം വളരെ ഏകോപനത്തോടെ മുന്നേറിക്കൊണ്ടിരിക്കുന്നു. അത് പൂർവാധികം തന്നെ ശക്തമായി മുന്നോട്ട് പോട്ടെ എന്ന് താല്പര്യപ്പെടുന്നു. അതുപോലെ അറിയപ്പെടാത്ത ധർമ്മമുണ്ട്. ഇത് ആരും തന്നെ അവരുടെ ഊർജത്തെ ഉപയോഗിക്കുന്നില്ല. അതുകൊണ്ട് അത് അന്തരീക്ഷത്തിൽ അങ്ങനെ അതിൻ്റെ ഊർജം ഇങ്ങനെ നിലനിൽക്കുന്നതാണ്. എന്ത് ഊർജം ഉണ്ടെങ്കിലും അത് പ്രത്യക്ഷത്തിൽ കാണപ്പെടുന്നില്ല, പക്ഷെ അത് പിന്നീട് അത് കാണും. നമ്മുടെയൊക്കെ ജീവിതവും അങ്ങനെ തന്നെയാണ്. നാം ഇവിടെ നിക്ഷേപിച്ചു പോയ ധർമ്മം നമ്മുടെ കാലശേഷവും അത് നിൽക്കും. അങ്ങനെ വരുമ്പോൾ ഈ അറിയപ്പെടുന്ന ധർമ്മവും അറിയപ്പെടാത്ത ധർമ്മവും പരസ്പരം സഹകരിച്ച് തിന്മകൾ ആധിപത്യം പുലർത്തുന്ന അധർമ്മം കൊടികുത്തു വാഴുന്ന ഈ നാളിൽ അധർമ്മവും ധർമ്മവുമായിട്ടുള്ള ഏറ്റുമുട്ടലിൽ ധർമ്മത്തിന് അധർമ്മവുമായി ഏറ്റുമുട്ടാൻ പറ്റാത്ത കണ്ടീഷൻ വരുമ്പോൾ ആ സമയം അറിയപ്പെടാതെ നിലനിൽക്കുന്ന ധർമ്മവുമായി പിന്തുണച്ച് അധർമ്മത്തെ എന്നേക്കുമായി പരാജയപ്പെടും. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, അറിയപ്പെടാതെ നിലനിൽക്കുന്ന ധർമ്മം ലോകത്തിന് വേണ്ടിയുള്ള കരുതൽ നിധിയാവുന്നു എന്ന്. നന്ദി.